പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സങ്കീർത്തനക്കാരൻ പാടുകയാണ് 29-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രസ്താവിക്കുന്ന. ഒന്ന്, ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. രണ്ട്, ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ, നിലനിൽക്കുവാൻ ആവശ്യമായ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇവിടെ ലഭിക്കും എന്ന് പ്രസ്താവിക്കുന്നത്. ഒന്ന്, ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. ശക്തി നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിലെല്ലാ തുറകളിലും അതിൻ്റേതായ നിലവാരത്തിൽ നമുക്ക് ശക്തി ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ ഘടകമാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ, ശാന്തി നഷ്ടപ്പെട്ട ലോകത്തിൽ സമാധാനത്തിനു വേണ്ടി അനേകർ ഓടുമ്പോൾ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടവരായി അനേകർ തളരുമ്പോൾ ഇവിടെ ആശ്വാസമായ വാക്ക് പറയുകയാണ്, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുക, സമാധാനത്തോടെ നിൽക്കുക, സമാധാനത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് സുഗമമായി യാത്ര ചെയ്യുവാൻ ദൈവികമായ ശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഏത് വൈതരയുടെ നടുവിലും നമുക്ക് ശക്തിയോടെ, ബലത്തോടെ നിൽക്കുവാൻ ദൈവിക സമാധാനം ആവശ്യമാണ്. ദിവസങ്ങൾ, ഓരോ മണിക്കൂറുകൾ ദൈവം നമ്മുടെ ആയുസ്സിൽ തരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും അത് ദൈവിക ശക്തി ഏറ്റെടുത്ത്, ദൈവിക സമാധാനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും നമുക്ക് നമ്മുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ സമാധാനം ഉള്ളതുകൂടെ എടുത്തു കളയത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദിവസങ്ങളിൽ ദൈവിക സമാധാനം പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവികമായ സ്വസ്ഥത പ്രാപിക്കുവാൻ തക്കവണ്ണം, സുഗമമായി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.